സീറോ മലബാർ സഭയുടെ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രൂപത്തെക്കുറിച്ച് സഭാ സെനഡ് തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ തികച്ചും അക്രൈസ്തവമായ രീതിയിലും അനുസരണക്കേടിന്റെ വഴിയിലും സിനഡിനെ എതിർത്തുകൊണ്ട് ഒരു ചെറുവിഭാഗം വൈദികരടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സഭാംഗങ്ങളുള്ള സീറോ മലബാർ സഭയുടെ ആത്മീയ നേതൃത്വത്തോട് എതിർപ്പുള്ള ഒരു വിഘടിത വിഭാഗമാണ് ഏതാനും വർഷങ്ങളായി ഈ സഭാവിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്നത്. അതിനായി പല വിഷയങ്ങളും അവർ ഉപയോഗപ്പെടുത്തുന്നു. വ്യാജ കേസുകൾ കൊടുക്കുക, ഇല്ലാത്ത സമിതികളുടെ പേരിലും തട്ടിക്കൂട്ടിയ സ്ഥാനങ്ങൾ ഉപയോഗിച്ചും പത്രപ്രസ്താവനകൾ നടത്തുക, മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക, ഇരുന്നും കിടന്നും നടന്നും സമരങ്ങൾ നയിക്കുക, സ്ഥാനത്തും അസ്ഥാനത്തും മെത്രാന്മാരെ തെറിവിളിക്കുക, അവഹേളിക്കുക, അവസരത്തിലും അനവസരത്തിലും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനെ തേജോവധം ചെയ്യുക, അപമാനിക്കുക എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഇക്കൂട്ടരുടെ കലാപരിപാടികൾ. ഇതിൽ അവസാനത്തേതാണ് സീറോ മലബാർ കുർബാനക്രമത്തിന്റെ ഏകീകരണത്തെക്കുറിച്ചുള്ള സിനഡ് തീരുമാനത്തിനെതിരെ എറണാകുളം കേന്ദ്രമായി നടന്നുവരുന്ന സമര ആഹ്വാനങ്ങളും ബഹളങ്ങളും. വൈദികർ തന്നെ ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നത് സഭ മുഴുവനെയും അസ്വസ്ഥതപ്പെടുത്തുന്നു. തീരെ നിലവാരമില്ലാത്ത രീതിയിലും പൗരോഹിത്യത്തിന് യോജിക്കാത്ത വിധത്തിലുമാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം എന്ന് സഭാവൃത്തങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആളുകളെ ഇളക്കിവിട്ടും അവിശ്വാസികളെയും വിമതരെയും കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയും നാലാം കിട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും തനി ഗുണ്ടായിസത്തിന്റെയും ശൈലിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചെറുതാണെങ്കിലും നിലവാരമില്ലാത്തതാണെങ്കിലും ഇത്തരം പ്രതിഷേധങ്ങൾ ചിലരിലെങ്കിലും സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളും പൊതുസമൂഹത്തിന് ക്രൈസ്തവ വിശ്വാസത്തെയും ജീവിതത്തെയും സംബന്ധിച്ച് നൽകുന്ന ഉതപ്പുകളും ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. അതിനാൽ ഈ പശ്ചാത്തലത്തിൽ മാനന്തവാടി രൂപതാധ്യക്ഷൻ ജോസ് പൊരുന്നേടം പിതാവ് എഴുതിയ ഒരു ലേഖനമേറെ ശ്രദ്ധേയമാണ്. സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയർപ്പണത്തിന്റെ ഏകീകൃത രീതിയിലേക്കുള്ള പ്രയാണത്തിന്റെ ചരിത്ര വഴികൾ എന്നതാണ് അതിന്റെ തലക്കെട്ട്. വ്യാജം പറഞ്ഞും തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചും തൽപര കക്ഷികൾ നടത്തുന്ന പൊറാട്ട് നാടകങ്ങളുടെ പിന്നാമ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധത്തോടെ നടത്താൻ കഴിയുന്ന ഒരു പഠനയാത്രയാണ് പ്രസ്തുത ലേഖനം. കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം പ്രസ്തുത വിഷയ സംബന്ധമായ പല രേഖകളും ചർച്ചകളും കൈകാര്യം ചെയ്യുകയും ഔദ്യോഗിക കത്തിടപാടുകളിൽ സജീവമായ ഭാഗഭാഗിത്വം വഹിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിലുള്ള അനുഭവ പരിജ്ഞാനമാണ് തൻ്റെ ലേഖനത്തിന്റെ ആധികാരികത എന്ന് പിതാവ് ആമുഖത്തിൽ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ കേരള സഭയ്ക്ക് ഈ വിഷയത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും സമഗ്രവും സത്യസന്ധവുമായ ആവിഷ്കാരമാണ് അത്. പ്രസ്തുത പഠനലേഖനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഈ ലക്കം സത്യാന്വേഷി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു സഭയിലും ഇല്ലാത്ത വിധം സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം പ്രധാനമായും ചരിത്രപരമാണ്. ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് ഈ വിഷയത്തിൽ അല്പമാത്രമായെങ്കിലും ഉണ്ടെങ്കിലേ കലഹങ്ങളും പ്രസ്തുത കലഹങ്ങളുടെ യുക്തിരാഹിത്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കത്തോലിക്ക കൂട്ടായ്മയിൽ പൗരസ്ത്യ സഭകൾ ഉൾപ്പെടെ എല്ലാ സ്വയാധികാര സഭകളുടെയും പരമോന്നത തലവൻ റോമാ മാർപ്പാപ്പയാണെങ്കിലും പാത്രിയാർക്കീസ് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്നിങ്ങനെ സ്ഥാനപ്പേരുള്ള ഒരു പൊതുതലവനും നിയമനിർമ്മാണത്തിനുൾപ്പെടെ അധികാരമുള്ള ഒരു മെത്രാൻ സെനഡും അവയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് പാരമ്പര്യവും സഭാ നിയമവും. 1599 ഉദയംപേരൂർ സൂനഹദോസ് വരെ നമ്മുടെ സഭയും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ തലവൻ കൽദായ സഭയുടെ പാത്രിയർക്കീസ് ആയിരുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല, പ്രത്യുത നമ്മൾ സ്വമനസ്സാ സ്വീകരിച്ചതാണ് എന്ന് കരുതുന്നതാണ് ചരിത്രപരമായി യുക്തിഭദ്രം. എന്നാൽ ഉദയംപേരൂർ സൂനഹദോസോടുകൂടി കാര്യങ്ങൾ മാറിമറിഞ്ഞു. കത്തോലിക്ക രാജ്യമായിരുന്ന പോർച്ചുഗലും പരിശുദ്ധ സിംഹാസനവും തമ്മിൽ 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പദ്രവാദോ എന്ന പേരിൽ ഉണ്ടാക്കിയ ഒരു കരാർ അനുസരിച്ച് പോർച്ചുഗീസ് രാജാവിന് അദ്ദേഹം കോളനിവൽക്കരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ ക്രൈസ്തവ മതത്തിൽ ചേർക്കുന്നതിനും അവർക്കായി രൂപതകൾ സ്ഥാപിച്ച് മെത്രാന്മാരെ നിയമിക്കുന്നതിനും മറ്റുമുള്ള അധികാരം ലഭിച്ചു. അങ്ങനെയാണ് അവർ ഇന്ത്യയിലെത്തിയതും അധികാരം പിടിച്ചെടുത്ത് ഇവിടെ കോളനികൾ സ്ഥാപിച്ചതും അവരുടെ നേതൃത്വത്തിൽ ആളുകളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചേർത്ത് അവർക്ക് വേണ്ടി രൂപതകൾ ഉണ്ടാക്കിയതും. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയാണ് ഗോവ. ലത്തീൻ റീത്തുകാരായിരുന്ന പോർച്ചുഗീസുകാർ സ്ഥാപിച്ച രൂപത സ്വാഭാവികമായും ലത്തീൻ രൂപത ആയിരുന്നു. അതേസമയം ഇന്ത്യയിൽ ക്രിസ്തുവർഷത്തിന്റെ മധ്യം മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ റോമാ മെത്രാനോടും റോമാ സഭയോടും കൂട്ടായ്മയിലുള്ള മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ
ക്രൈസ്തവർ ഉണ്ടായിരുന്നുവെന്നതും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവർക്ക് കൽദായ പാത്രിയാർക്കീസിന്റെ കീഴിൽ മെത്രാന്മാരും ഉണ്ടായിരുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മേൽ അദ്ദേഹത്തിന്റെ അധികാരം റോമാ മാർപ്പാപ്പ അംഗീകരിച്ചതുമായിരുന്നു. എന്നാൽ ഇവിടുത്തെ സഭാഭരണ സംവിധാനം ലത്തീൻ സഭയുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 1599 ഗോവ ലത്തീൻ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത ആയിരുന്ന ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസ് വിളിച്ചു ചേർത്ത ഉദയംപേരൂർ സൂനഹദോസിനെ തുടർന്ന് ഏതാണ്ട് 1300 വർഷങ്ങളോളം ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പൊതുതലവനായിരുന്ന പൗരസ്ത്യ സുറിയാനി സഭയുടെ പാത്രിയാർക്കീസിന്റെ അധികാരം അവസാനിപ്പിച്ച് പരിശുദ്ധ സിംഹാസനവും പോർച്ചുഗീസ് രാജാവും തമ്മിലുണ്ടാക്കിയ പദ്രുവാദോ കരാറിൻ പ്രകാരം അന്ന് ഭാരതത്തിൽ അധികാരം സ്ഥാപിച്ചിരുന്ന ലത്തീൻ സഭയിലെ മെത്രാന്മാർക്ക് ഇവിടെയുണ്ടായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മേൽ അധികാരം കൊടുത്തു. അതോടെ നമ്മുടെ സഭയിലെ ആരാധനാക്രമവും ഭരണക്രമവും പാശ്ചാത്യ സഭയിലേതുപോലെ ആക്കുകയും ചെയ്തു. അതോടെ പൊതുകാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന പാത്രിയാർക്കീസിനും അദ്ദേഹം അയച്ചിരുന്ന മെത്രാനും മെത്രാൻ സിനഡിനും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെയായി. രാഷ്ട്രീയാധികാരം കൈയാളിയിരുന്ന പോർച്ചുഗീസുകാർ തന്നെ സഭാകാര്യങ്ങളും നിയന്ത്രിക്കുന്നതായിരുന്നു പദ്രുവാദോ കരാറിന്റെ അന്തസത്ത. കാലക്രമത്തിൽ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് കൊളോണിയൽ ശക്തികളുടെ അധികാര സ്ഥാപനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളും കിടമത്സരങ്ങളും അതിൽ പരിശുദ്ധ സിംഹാസനവും വിവിധ സന്യാസ സമൂഹങ്ങളും കൽദായ പാത്രിയാർക്കീസും നടത്തിയ ഇടപെടലുകളും എല്ലാം ഈ പ്രക്രിയയുടെ ഭാഗമായി തീർന്നു. അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഇന്നത്തെ വിഭാഗീയത എന്ന് പറയാൻ കഴിയും. ലത്തീൻ സഭയിൽ നിന്ന് വന്ന മെത്രാന്മാർ സ്വാഭാവികമായും അവരുടെ ആരാധനക്രമവും ഭരണക്രമവും ഇവിടെ നടപ്പാക്കി. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കിട്ടിയ പരിശീലനവും നിർദ്ദേശവും അന്നത്തെ മനോഭാവവും എല്ലാം അങ്ങനെയായിരുന്നു. എങ്കിലും മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നും കൽദായ പാത്രിയാർക്കീസിന്റെയും സ്വന്തം റീത്തിൽപ്പെട്ട മെത്രാന്റെയും അധികാരത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ എല്ലാം ഫലമാണ് പൂനൻകുരിശ് സത്യവും റോക്കോസ് മേലൂസ് ശീഷ്മകളും യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമാ സഭകളുടെ ആവിർഭാവവുമെല്ലാം. പരിശുദ്ധ സിംഹാസനവും പോർച്ചുഗീസ് ഭരണാധികാരികളും തമ്മിലുള്ള തർക്കങ്ങളും മറ്റും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പൊതുതലവന്റെ അഭാവത്തിൽ കത്തോലിക്കരായി നിലകൊണ്ടവരുടെ ഇടയിലും വിഭാഗീയത വർദ്ധിച്ചുകൊണ്ടിരുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ദീർഘകാല ആവശ്യമായിരുന്ന സ്വദേശി മെത്രാനും സ്വയം ഭരണവും എന്നത് 1887 ഭാഗികമായി അംഗീകരിച്ചു കിട്ടി. സ്വദേശി മെത്രാന്മാരുടെ നിയമനത്തോടെ 1896 അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടു. അപ്പോഴും പൊതുതലവൻ എന്ന ആശയം യാഥാർത്ഥ്യമായില്ല. പിന്നീട് പുതിയ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ പല ആശയഗതികളിൽപ്പെട്ട വൈദികർ മെത്രാന്മാരായി. അങ്ങനെ അവരുടെ രൂപതകളും വിഭിന്നാശയങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി. അവരെ നിയന്ത്രിക്കാൻ പൊതുതലവനോ സിനഡോ ഇല്ലാതിരുന്നതിനാൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോയി. മിഷൻ രൂപതകളും പ്രവാസി രൂപതകളും സ്ഥാപിക്കപ്പെട്ടതോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവയിലേക്കും വ്യാപിച്ചു. കേരളത്തിലെ എല്ലാ രൂപതകളിലും നിന്നുള്ളവർ അവിടങ്ങളിൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ മാതൃരൂപതകളിൽ ഉള്ളതുപോലെ തന്നെ അവിടെയും വേണമെന്ന് കുറെ പേരെങ്കിലും ശഠിച്ചു. സ്വന്തമായി വൈദികരില്ലാതിരുന്ന ആ രൂപതകളിൽ ശുശ്രൂഷ ചെയ്യാൻ എത്തിയ വൈദികർ അവരവരുടെ മാതൃരൂപതകളിലെ പതിവുകൾ അവിടെയും നടപ്പാക്കാൻ തുടങ്ങി. ഏകീകൃത രൂപത്തിന്റെ അഭാവത്തിൽ ആ സ്ഥിതി ഇന്നും അങ്ങനെയാണ് തുടരുന്നത്. സ്വന്തമായി രൂപതയും മെത്രാനും ഒന്നുമില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലുള്ള സീറോ മലബാർ കത്തോലിക്കരുടെ ഇടയിൽ സ്ഥിതി ഇതിലും രൂക്ഷമാണ്. ഇത് 1992 ഡിസംബർ വരെ തുടർന്നു. 1990 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമ സംഹിത പ്രാബല്യത്തിൽ വന്നതോടെ പൊതുതലവനും സിനഡും ഒന്നുമില്ലാത്ത സീറോ മലബാർ സഭയുടെ സ്ഥിതി അതീവ ദയനീയമായി. കാരണം അത്തരമൊരു സഭയെ അതിൽ വിഭാവനം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഓരോ ചെറിയ കാര്യത്തിനും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദം വേണ്ടിയിരുന്നു. സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു സമിതി ഉണ്ടായിരുന്നുവെങ്കിലും ആ സമിതിക്ക് ആരാധനക്രമ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനോ സീറോ മലബാർ സഭയ്ക്ക് പൊതുവായി ബാധകമാകുന്ന നിയമങ്ങൾ നിർമ്മിക്കാനോ അധികാരമുണ്ടായിരുന്നില്ല. ആ സമിതിക്ക് ഒരു സ്ഥിരം ആസ്ഥാനവും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1990 കാനൻ നിയമത്തിൽ അനുശാസിക്കുന്ന പ്രകാരം ഒരു പൊതുതലവനും പൊതുഭരണ സംവിധാനവും വേണമോ എന്ന കാര്യത്തിലും ഇവിടെ വലിയ വിഭാഗീയത ഉടലെടുത്തു. അതിന്റെ കാരണവും ആരാധനാക്രമ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതേ തുടർന്ന് 92 ആർച്ച് ബിഷപ്പ് തോമസ് വൈറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് നിയമിക്കപ്പെടുകയും
കമ്മീഷൻ എല്ലാ രൂപതകളും സന്ദർശിച്ച് പഠിച്ചു നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി റോമിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സിനഡും പൊതുതലവനും ഉണ്ടായിട്ടും സഭാ നിയമം അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും കിട്ടിയത് പിന്നെയും ഒരു പതിറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടാണ്. സിനഡിന്റെ അധികാര പരിധിയിൽപ്പെട്ട 3 കാര്യങ്ങളാണ് ആരാധനാക്രമ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, രൂപതകൾ സ്ഥാപിക്കുക, മെത്രാന്മാരെ തിരഞ്ഞെടുക്കുക എന്നിവ. അവ 3ഉം അവയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും റോമാ മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനത്തിന് റിസർവ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് മേജർ ആർച്ച് ബിഷപ്പിനോ സെനഡിനോ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സീറോ മലബാർ സഭയെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടെ പരിശുദ്ധ സിംഹാസനം ഇവിടെ നിയമിച്ച പൊന്തിഫിക്കൽ ഡെലഗേറ്റ് വഴി നടപ്പാക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല അന്നത്തെ എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ മെത്രാപോലിത്തൻ പ്രവിശ്യകൾക്ക് പുറത്തുള്ള മറ്റു രൂപതകളുടെ പരിധി ഈ സംവിധാനത്തിന്റെ അധികാര പരിധിയിൽ പെടുത്തിയിരുന്നുമില്ല. അവ അതത് സ്ഥലത്തെ ലത്തീൻ അതിരൂപതകളുടെ സാമന്ത രൂപതകളായി തീരുമാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിലൂടെ സെനഡിന്റെ തീരുമാനങ്ങൾ ആ രൂപതകളിൽ നടപ്പാക്കുന്നത് ഏറെ ക്ലേശകരമായി തീർന്നു. ആദ്യമുണ്ടായിരുന്ന വിഭാഗീയത വർദ്ധിക്കാനാണ് ആ അവസ്ഥ കാരണമായത്. ഓരോ രൂപതയിലും ഇഷ്ടമുള്ള രീതിയിൽ രൂപതാ ഭരണ സംവിധാനവും വിശുദ്ധ കുർബാന അർപ്പണ രീതികളും എല്ലാം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും പുതിയ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഐക്യരൂപ്യം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. എങ്കിലും പുതിയ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഐകരൂപ്യം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. പൂർണ്ണമായ രീതിയിൽ അത് സാധിക്കണം എങ്കിൽ ഇനിയും ചിലപ്പോൾ പതിറ്റാണ്ടുകൾ എടുത്തേക്കാം. അതുകൊണ്ടാണ് സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് അയച്ച തന്റെ കത്തിൽ എഴുതിയത്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് പൗരസ്ത്യ സഭകളിൽ നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യങ്ങൾ തിരിച്ചെടുക്കാൻ തീവ്രമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് പൗരസ്ത്യ സഭകളെ പറ്റിയുള്ള ഡിക്രിയിൽ രേഖപ്പെടുത്തി. അതോടൊപ്പം ആവശ്യമായ പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെന്ന പ്രബോധനം ആരാധനാക്രമത്തെ പറ്റിയുള്ള ഡിക്രിയിലുമുണ്ടായി. ഇവയിൽ ഏതിന് മുൻതൂക്കം കൊടുക്കണമെന്നതായിരുന്നു വിഭാഗീയത വർദ്ധിപ്പിച്ച ഒരു ഘടകം. പഴമയ്ക്കായി നിന്നവരും നവീകരണത്തിനായി നിന്നവരും തമ്മിലുള്ള വേർതിരിവ് പൊതുഭരണ സംവിധാനത്തിന്റെ അഭാവത്തിൽ നമ്മുടെ സഭയിൽ അങ്ങനെ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരുന്നു. സീറോ മലബാർ സഭയുടെ പൊതു ഉടമസ്ഥതയിലുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത രൂപതകളിൽ നിന്നും സമർപ്പിത സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചവർ അധ്യാപകരായി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടങ്ങളിൽ അധ്യാപകരുടെ ഇടയിലും വിഭാഗീയത ഉടലെടുത്തു. അത് പരിശീലനത്തിലായിരുന്ന കുട്ടികളെയും ബാധിച്ചു. വിവിധ വൈദിക സമർപ്പിത പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളിലൂടെ രൂപീകരിക്കപ്പെട്ടു വന്ന വൈദികരും സമർപ്പിതരും അവർ ശീലിച്ചത് അവരവരുടെ ശുശ്രൂഷാ മേഖലകളിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയതോടെ അൽമായ വിശ്വാസികളിലേക്കും വിഭാഗീയത കടന്നു വന്നു. വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വൈദികർ ഒരേ രൂപതയിലും സമർപ്പിത സമൂഹങ്ങളിലും തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് രൂപതകൾക്കുള്ളിലും സമർപ്പിത സമൂഹങ്ങൾക്കുള്ളിലും വിഭാഗീയതയുണ്ടായി. വിഭാഗീയത ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് വിശുദ്ധ കുർബാന അർപ്പണത്തിലാണ്. കാരണം പാരമ്പര്യങ്ങൾ, ലിറ്റർജി, സ്വയാധികാര സഭ, റീത്ത് തുടങ്ങിയ ആശയങ്ങൾക്ക് കൃത്യമായൊരു നിർവചനം 1990 പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമ സംഹിത പ്രാബല്യത്തിലാകുന്നതുവരെ ഇല്ലാതിരുന്നത് കൊണ്ട് പാരമ്പര്യത്തിന് വേണ്ടി നിലകൊണ്ടവർ അവയെ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് ഒതുക്കി എന്നതാണ് വസ്തുത. അതുപോലെ നിർബന്ധമായും പാരമ്പര്യങ്ങളെ അതേപടി വീണ്ടെടുക്കണമെന്ന് സൂനഹദോസ് പ്രബോധിപ്പിച്ചതായും തെറ്റിദ്ധരിച്ചു. അതേസമയം മറുഭാഗമാകട്ടെ നവീകരണത്തെപ്പറ്റി സൂനഹദോസ് പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇങ്ങനെ സ്ഥിതിഗതികൾ വഷളായപ്പോഴും ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കാൻ പൗരസ്ത്യ സഭകൾക്ക് സഹജമായ അധികാരപ്പെട്ടവർ ഇല്ലാതെയും പോയി. 1992 സീറോ മലബാർ സഭയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി പ്രഖ്യാപിച്ചപ്പോൾ ഈ സഭയിൽ നിലനിന്നിരുന്ന വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ പുതിയതായി ലഭിച്ച കാനോനിക ചട്ടക്കൂടിന്റെ പ്രാഥമിക കാര്യങ്ങൾ ക്രമീകരിക്കാൻ റോമാ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി നിയമിക്കപ്പെട്ട അഭിവന്ദ്യ അബ്രാഹം കാട്ടുമന മെത്രാപ്പോലിത്ത പൊടുന്നനെ 1995 റോമിൽ വെച്ച് നിര്യാതനായി. അതേ തുടർന്ന്
96 ജനുവരി 8 മുതൽ 16 വരെ സിറോ മലബാർ മെത്രാന്മാരുടെ സിനഡിന്റെ ഒരു സമ്മേളനം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം റോമിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ പിന്നീട് ബെനഡിക്ട് 16 എന്ന പേരിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ, റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് റെക്ടറും പ്രശസ്ത ആരാധനാക്രമ പണ്ഡിതനുമായിരുന്ന യശശരീരനായ ഫാദർ റോബർട്ട് ടാഫ്റ്റ്, മറ്റൊരു ആരാധനാക്രമ പണ്ഡിതനും റോമിലെ റുമേനിയൻ കോളേജിന്റെ റെക്ടറുമായിരുന്ന ഫാദർ ഒലിവിയർ റക്കസ്, പൗരസ്ത്യ സഭകളുടെ കാനോനകളുടെ സംഹിത തയ്യാറാക്കുന്ന കമ്മീഷന്റെ ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ഫാദർ ഈവാൻ ഷൂഷക് തുടങ്ങിയവർ നടത്തിയ പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. നമ്മുടെ സഭയിൽ ആരാധനക്രമ സംബന്ധമായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെ കാരണങ്ങളും പ്രതിവിധികളും മാർഗങ്ങളും എല്ലാം അവർ അവരുടെ പ്രഭാഷണങ്ങളിൽ പ്രതിപാദിച്ചിരുന്നു. ഇപ്പറഞ്ഞ സെനഡ് സമ്മേളനത്തിന്റെ രേഖകളെല്ലാം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്, ഏവർക്കും ലഭ്യവുമാണ്. ഒരു സഭാ സമൂഹം എന്ന നിലയിലും സമുദായം എന്ന നിലയിലും ഈ സ്ഥിതി തുടരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്ന തിരിച്ചറിവാണ് ഏകീകൃത രീതി വേണം എന്ന ചിന്തയിലേക്ക് സിനഡിനെ നയിച്ചതും 99 ഏകീകൃത രീതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതും. എന്നാൽ ആവശ്യമായ ബോധവൽക്കരണത്തിന്റെ അഭാവം അത് നടപ്പാക്കുന്ന പ്രക്രിയ അതീവ ദുഷ്കരമാക്കി എന്നത് വസ്തുതയാണ്. ബോധവൽക്കരണം നടത്താൻ ആവശ്യമായ പുസ്തകങ്ങളോ അധ്യാപന സഹായികളോ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ വൈറസ് വ്യാപന സമയത്ത് സർക്കാർ നടപ്പിലാക്കിയ അടച്ചിടൽ മൂലം പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തടസ്സമുണ്ടായിരുന്നത് കൊണ്ട് മിക്ക രൂപതകളിൽ നിന്നും ഇടവകകളിൽ നിന്നും ഓൺലൈനായി വിശുദ്ധ കുർബാന അർപ്പണം നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഓരോ രൂപതയിലും നിലവിലുള്ള വ്യത്യാസങ്ങളും അതുവഴി ഉണ്ടാകുന്ന ഉതപ്പിന്റെ ആഴവും പരപ്പും ദുരന്ത ഫലങ്ങളും പരിശുദ്ധ സിംഹാസനം ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിശ്വാസി സമൂഹത്തിൽ നിന്ന് പലരും ഇത് സംബന്ധമായി പരിശുദ്ധ സിംഹാസനത്തിലേക്ക് പരാതികൾ അയക്കുകയും എത്രയും വേഗം ഏകീകൃത രീതി എല്ലായിടത്തും നടപ്പിലാക്കാൻ സിറോ മലബാർ മെത്രാന്മാരോട് ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ 99 സിനഡ് എത്തിച്ചേർന്ന ധാരണ എത്രയും വേഗം നടപ്പാക്കണമെന്ന് ഒരു അസാധാരണ കത്തുവഴി പരിശുദ്ധ പിതാവ് സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടത്. പ്രസ്തുത കത്തിന്റെ വ്യാഖ്യാനവും മറ്റും അടുത്ത ലക്കം സത്യാന്വേഷി വിശദീകരിക്കുന്നതാണ്. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ലിയനാർഡോ സാന്ദ്രി ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പിന് അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇക്കാര്യത്തിലുള്ള ആശങ്കകളിൽ ഏറ്റവും ആദ്യത്തേത് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ വിവിധ സന്ദർഭങ്ങളിലെ ദിശയെ സംബന്ധിച്ചാണ്. വളരെ കാലമായി നിലനിൽക്കുന്നതും അതീവ ഗൗരവമുള്ളതുമായ ഈ വിഭാഗീയത കോവിഡ് മഹാമാരിയുടെ കാലത്ത് നടന്ന ടെലിവിഷൻ സംപ്രേഷണങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തത്സമയ സ്ട്രീമിങ്ങിലൂടെയും കൂടുതൽ രൂക്ഷമായി. ഈ സാഹചര്യം സംശയാതീതമായ അനുഷ്ഠാന വിധികൾ പ്രാബല്യത്തിലാക്കുന്നത് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം അവയുടെ വിശ്വസ്തവും കൃത്യമായതുമായ അനുഷ്ഠാനവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മെത്രാനും ഏറ്റെടുക്കണം. 99 സെനഡിന്റെ ആധികാരികമായ തീരുമാനം അംഗീകരിച്ചറിയിച്ചുകൊണ്ട് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത് എന്ന് ഈ കാര്യാലയം ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ ആരാധനാക്രമ പുസ്തകത്തിൽ വ്യക്തമായ രീതിയിൽ അനുഷ്ഠാന വിധികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഊന്നിപ്പറയുന്നു. എന്നാൽ അതുമാത്രം പോരാ. പ്രത്യുത സിനഡിന്റെ ഭാഗത്തു നിന്ന് സംയോജിതമായും മെത്രാന്മാരുടെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായുമുള്ള പ്രതിബദ്ധതയും ഉണ്ടാകണം. പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച സിനഡ് അംഗങ്ങളുടെ വികാരങ്ങൾ മാനിച്ചില്ല എന്നും മറ്റുമുള്ള വാദഗതികൾ ഇതുവരെ പ്രതിപാദിച്ചതിന്റെ വെളിച്ചത്തിൽ അപ്രസക്തമാകുന്നു എന്നത് വ്യക്തമാണല്ലോ. തൊണ്ണൂറ്റി 99 എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ നിന്ന് ചില രൂപതകളിൽ ഇളവുകൾ കൊടുത്തിരുന്നു. അത് പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമ സംഹിതയുടെ ക്യാനൻ 1538 നമ്പർ 1 അനുസരിച്ചാണെന്നായിരുന്നു അന്ന് ബന്ധപ്പെട്ടവർ അവകാശപ്പെട്ടത്. എന്നാൽ അത് ശരിയായിരുന്നില്ല എന്ന് കർദിനാൾ സാന്ദ്രി എഴുതുന്നുണ്ട്. ഇങ്ങനെയാണത്: ഇത്തരുണത്തിൽ പൗരസ്ത്യ സഭകളുടെ കാനോന സംഹിത 1538 1 അനുസരിച്ച് ഇളവ് കൊടുക്കുന്നതിനെ പറ്റി കൃത്യത വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാനോന സംഹിത പറയുന്നത് പോലെ ഒരു പ്രത്യേക കാര്യത്തിൽ ആത്മീയ നന്മ ലക്ഷ്യം വെച്ച് മാത്രം ആ ഇളവുകൾ കൊടുക്കേണ്ടതാണ്.
പൊതു നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമാനുസൃതം അധികാരപ്പെടുത്താൻ പറ്റാത്ത ഏതെങ്കിലും കാര്യത്തിൽ കൊടുക്കുന്ന ഒരു പൊതു അനുവാദം പോലെ അത് കാണപ്പെടരുത് എന്നത് അതിന്റെ പ്രകൃതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനാൽ കൃത്യമായി നിർവചിക്കപ്പെട്ട സമയത്തേക്കും പ്രത്യേക കാരണങ്ങൾ മൂലവും മാത്രമേ മെത്രാന്മാർ ഇത്തരം ഇളവുകൾ ഉപയോഗിക്കാവൂ. ഇതുവരെ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇത്തവണ പരിശുദ്ധ പിതാവും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും തന്ന നിർദ്ദേശങ്ങളിൽ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അഭിവന്ദ്യ ജോസ് പൊരുന്നേടം പിതാവിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ച ലേഖനത്തിൽ നിന്നാണ് ഈ ചരിത്ര വസ്തുതകൾ സത്യാന്വേഷി അവതരിപ്പിച്ചത്. ഇതിന്റെ തുടർഭാഗം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സീറോ മലബാർ സഭയ്ക്ക് സ്വന്തം ലെറ്റർ പാഡിൽ എഴുതിയ കത്താണ്. പ്രസ്തുത കത്തും അതിന് ബിഷപ്പ് ജോസ് പൊരുന്നേടം നൽകുന്ന വ്യാഖ്യാനവും ഇന്നത്തെ പ്രതിസന്ധികളിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നതാണ്. അത് അടുത്ത ലക്കം സത്യാന്വേഷി അവതരിപ്പിക്കുന്നതായിരിക്കും. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു സമയമാണ്. ഏകീകരിച്ച കുർബാനക്രമം, കുർബാന അർപ്പണ രീതി എന്നിവ സഭയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കേരളത്തിലുള്ള വിവിധ രൂപതകളിൽ നിന്നുള്ള ദൈവജനം ഒരുമിച്ച് വരുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഗണിക്കുമ്പോൾ ഏകീകരിച്ച കുർബാനക്രമവും കുർബാനയർപ്പണ രീതിയും സ്വീകരിക്കാതെ സീറോ മലബാർ സഭയ്ക്ക് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാൻ കഴിയും. സിനഡിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് വിമതശക്തികൾ ഉയർത്തുന്ന വാദമുഖങ്ങളിൽ അല്പം പോലും കഴമ്പില്ല എന്നത് ചരിത്രവും വർത്തമാനകാല സാഹചര്യങ്ങളും പഠിക്കുന്നവർക്ക് മനസ്സിലാകും. സഭയോട് കൂറു പുലർത്താതെ വാശിയും വൈരാഗ്യവും മാത്രം മുൻനിർത്തി നിലപാടുകൾ എടുക്കുന്ന വൈദിക അൽമായ സഹോദരങ്ങൾ ഏതുതരം ക്രൈസ്തവ വിശ്വാസമാണ് പുലർത്തുന്നത് എന്ന് സത്യാന്വേഷി ആശങ്കപ്പെടുന്നു. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറു പുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.